കോഴിക്കോട് നഗരത്തിൽ നിന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചെത്തുകയാണ്. യൂണിവേഴ്സിറ്റി കവാടത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. യൂണിവേഴ്സിറ്റി കവാടത്തിന് പുറത്ത് റോഡരികിൽ ഗവർണർക്കെതിരെ ഡിവൈഎഫ്ഐ ബാനർ സ്ഥാപിച്ചു. ഗവർണർ പങ്കെടുക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെമിനാർ ഹാളിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുവാനായി സാജിദ് അജ്മലും ഷബീർ ഉമറും ചേരുകയാണ്. ആദ്യം ഷബീറിലേക്ക്. ഷബീർ, മിഠായി തെരുവിൽ ഗവർണർ ഒരു റോഡ് ഷോ നടത്തിയതിന് ശേഷം വീണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് വരികയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറെ തടയുമെന്ന നിലപാടാണ് SFI സ്വീകരിച്ചിട്ടുള്ളത്. ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്? ആളുകളെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടോ സെമിനാർ ഹാളിലേക്ക്? സമയത്തിനകം ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തും. യൂണിവേഴ്സിറ്റി കവാടത്തിന് സമീപം പോലീസ് വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പോലീസ് സംഘം തന്നെ ഈ യൂണിവേഴ്സിറ്റി കവാടത്തിന് പുറത്ത് തമ്പടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസിനകത്ത് ഗവർണർക്കെതിരെ SFI ബാനർ ഉയർത്തിയെങ്കിൽ ഇപ്പോൾ ക്യാമ്പസിന് പുറത്ത് റോഡരികിൽ ഡിവൈഎഫ്ഐയുടെ ഒരു ബാനർ കൂടി ഗവർണർക്കെതിരെ ഉയർത്തിയിട്ടുണ്ട്. അത് സ്കൂൾ ഓഫ് ബിസിനസ് സ്റ്റഡീസ് കെട്ടിടത്തിനോട് ചേർന്നാണ് ഗവർണർക്കെതിരെ ഡിവൈഎഫ്ഐയുടെ പേരിൽ ബാനർ ഉയർത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകും എന്ന് തന്നെയാണ്, പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. അതിശക്തമായ പ്രതിഷേധമുണ്ടാകും. അത് സെമിനാർ നടക്കുന്നതിനോടനുബന്ധിച്ചായിരിക്കും ഈ പ്രതിഷേധമുണ്ടാകുക എന്നും SFI നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു. ഇതോടൊപ്പം ASF പ്രവർത്തകരും പ്രതിഷേധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതെല്ലാം കണക്കിലെടുത്ത് യൂണിവേഴ്സിറ്റി കവാടത്തിന് പുറത്ത് വലിയ തരത്തിലുള്ള പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരാണ് യൂണിവേഴ്സിറ്റിക്കകത്തും പുറത്തുമായി സുരക്ഷാ ചുമതല വഹിച്ചിരുന്നത്. ഇപ്പോഴും വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സെമിനാർ നടക്കുന്ന ഹാളിലേക്ക് 2 മണി വരെയാണ് ആളുകളെ പ്രവേശിപ്പിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസുകാർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം തന്നെ പ്രതിഷേധം ഒഴിവാക്കലും കണക്കിലെടുത്താണ് 2 മണി വരെ കൃത്യമായി അവരുടെ പാസ് അടക്കം പരിശോധിച്ച് ആളുകളെ കയറ്റാനുള്ള തീരുമാനം. ഇപ്പോൾ ഏതാണ്ട് ആളുകളെ പ്രവേശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടെ ആളുകളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തുകയും ചെയ്യും. എന്തായാലും 11:30 കൂടിയാണ് ഗവർണർ ഇവിടെ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം കോഴിക്കോട് നഗരത്തിലേക്ക് പോകുന്നതായി അറിയിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയത്. മാധ്യമപ്രവർത്തകരെ കണ്ടതിന് ശേഷമാണ് ഗവർണർ സർവകലാശാലയിൽ നിന്ന് ഇറങ്ങിയത്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് അദ്ദേഹം ഇവിടെ നിന്ന് കോഴിക്കോട് നഗരത്തിലേക്ക് പോയത്. അദ്ദേഹത്തിന് സുരക്ഷ ആവശ്യമില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. പോലീസിന്റെ സുരക്ഷ ആവശ്യമില്ല, പോലീസ് കൃത്യമായി അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. എന്നാൽ പോലീസിനെ നിയന്ത്രിക്കുന്നത് കൃത്യമായി നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. പോലീസിന് അവർക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നതടക്കം. അതായത് ഗവർണർ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഗവർണർ കോഴിക്കോട് നിന്നും അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇപ്പോൾ സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷബീർ, തുടരാം. അജി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കവാടത്തിന് പുറത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതല വഹിക്കുന്ന പോലീസ് വാഹനങ്ങളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അല്പസമയത്തിനകം തന്നെ ഗവർണർ ഈ കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിക്കും. അതിനുശേഷം അദ്ദേഹം വിശ്രമിക്കാനായിരിക്കും പോവുക. കാരണം 4 മണിക്കാണ് അദ്ദേഹത്തിന്റെ സെമിനാർ നടക്കേണ്ടത്. 4 മണിക്കാണ് തൊട്ടടുത്തുള്ള ഗസ്റ്റ് ഹൌസിനോട് തൊട്ടു ചേർന്നുള്ള ഹാളിൽ ഈ പരിപാടി നടക്കുന്നത്. ഗവർണറാണ് ഇപ്പോൾ വാഹനത്തിൽ വരുന്നത്. അദ്ദേഹം കൈകൂപ്പി അഭിവാദ്യം ചെയ്താണ് ഇപ്പോൾ ഈ സർവകലാശാല കവാടത്തിലേക്ക് കടക്കുന്നത്. അദ്ദേഹത്തെ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി അദ്ദേഹത്തിനായി ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. ആ നിലയ്ക്കുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 11:30 കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയ ഗവർണർ ഇപ്പോൾ ഏതാണ്ട് 2 മണി ആകുന്നു. 2 മണിയോടുകൂടിയാണ് തിരികെ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ മുറിയിലേക്കാണ്, ഗസ്റ്റ് ഹൌസിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ പോകുന്നത്. 4 മണിക്കാണ് ഈ സെമിനാർ നടക്കേണ്ടത്. അപ്പോൾ വിശ്രമിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം ഈ സെമിനാർ ഹാളിലേക്ക്, പരിപാടി നടക്കുന്ന സെമിനാർ ഹാളിലേക്ക് പോകുന്നത്. എന്തായാലും മറ്റ് പ്രതിഷേധങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ SFI ഉയർത്തിയ ബാനറുകൾ, ഗവർണർക്കെതിരെ ഈ സർവകലാശാല കോമ്പൗണ്ടിൽ തന്നെ ഉയർത്തിയ ബാനറുകൾ ഇപ്പോഴും അതേപടിയുണ്ട്. അത് നീക്കം ചെയ്തിട്ടില്ല. നമുക്കറിയാം, ഇന്നലെ ഗവർണർ ഈ ബാനറുകൾ കണ്ട് വലിയ തരത്തിൽ രോഷാകുലനാവുകയും
പോലീസുകാരോട് തട്ടിക്കയറുകയും ചെയ്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിയെ അദ്ദേഹം ശകാരിക്കുകയും ചെയ്തിരുന്നു. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് ശകാരിച്ചത്. ഒപ്പം തന്നെ വൈസ് ചാൻസലറെയും അദ്ദേഹം ശകാരിച്ചു. ഇതിനുശേഷം ഗവർണറുടെ സാന്നിധ്യത്തിൽ SFI ഉയർത്തിയ ബാനറുകൾ നീക്കം ചെയ്തെങ്കിലും പിന്നീട് പ്രതിഷേധവുമായി എത്തിയ SFI പ്രവർത്തകർ വീണ്ടും ഗവർണർക്കെതിരെ ക്യാമ്പസിനകത്ത് ഈ ബാനറുകൾ ഉയർത്തിയിട്ടുണ്ട്. അതിപ്പോഴും നീക്കം ചെയ്തിട്ടില്ല, അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. എന്തായാലും ഇതിനോട് ഇതുവരെ ഗവർണർ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചൊരു നിലപാട് ഇന്നിപ്പോൾ ഇതുവരെ ഈ ബാനറുകൾക്കെതിരെ ഗവർണർ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് അതെ, തീർച്ചയായും ഷബീർ സൂചിപ്പിക്കുന്നത് പോലെ സർവകലാശാലയ്ക്കുള്ളിൽ കനത്ത സുരക്ഷയാണ് ഗവർണർക്കായി ഒരുക്കിയിരിക്കുന്നത്. നിരവധി പോലീസുകാരെയും പതിവിന് വിപരീതമായി തന്നെ ഗവർണറുടെ സുരക്ഷാ ചുമതലയ്ക്കായി അവിടെ നിയോഗിച്ചിട്ടുണ്ട്. 3:30 തന്നെയാണ് ഈ സെമിനാർ തുടങ്ങുന്നത്. സെമിനാർ ഹാളിലേക്ക് ഈ പങ്കെടുക്കുവാനുള്ള കുട്ടികളെല്ലാം 2 മണി വരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. അവരെല്ലാം തന്നെയും കർശന നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും, പോലീസിന്റെ നിരീക്ഷണത്തോടുകൂടെ തന്നെയാണ് കടത്തിവിടുന്നത്. ഗവർണർ വെല്ലുവിളിച്ചു, മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ വെല്ലുവിളിച്ചിട്ടാണ് കോഴിക്കോടിന്റെ ഹൃദയഭാഗമായ മിഠായി തെരുവിലേക്ക് ഗവർണർ പോയത്. അവിടെയും 3/4 മണിക്കൂറോളം മിഠായി തെരുവിൽ ഗവർണർ ചെലവഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഗവർണർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് വരുന്നത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണറെ തടയുമെന്നാണ് SFI എടുത്തിരിക്കുന്ന നിലപാട്. കഴിഞ്ഞ ദിവസം ഗവർണർ അഴിപ്പിച്ച ബാനറുകൾക്ക് ഇരട്ടി ബാനറുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സർവകലാശാലകളിലും SFI ഉയർത്തിയിരിക്കുന്നു. SFIക്ക് പിന്തുണയുമായി AISF അടക്കമുള്ള വിദ്യാർത്ഥി പാർട്ടി സംഘടനകളും പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. DYFI അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങളും SFIക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി അവിടെ നിന്നും ലഭിക്കുന്നത്.